ഒരിക്കൽ ഹസ്തിനപുരത്തെ രാജാവായിരുന്ന ശന്തനു മഹാരാജാവിന് ഗംഗാതീരത്തുകൂടി യാത്ര ചെയ്യേണ്ടതായി വന്നു. യാദൃശ്ചികമായി ശന്തനു രാജാവ് ഗംഗാദേവിയെ മനുഷ്യരൂപത്തിൽ കാണാനിടയായി. അതിസുന്ദരിയായ ഗംഗാദേവിയിൽ ശന്തനു മഹാരാജാവിന് കടുത്ത പ്രണയം തോന്നി. അദ്ദേഹം ഗംഗാദേവിയോട് വിവാഹ അഭ്യർത്ഥന നടത്തി. വിവാഹത്തിന് സമ്മതമറിയിച്ച ഗംഗാദേവി ഒരു വ്യവസ്ഥയുണ്ടാക്കി. താൻ എന്തു പ്രവൃത്തി ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ലെന്നും ചോദ്യം ചെയ്താൽ ആ നിമിഷം തന്നെ തങ്ങളുടെ ദാമ്പത്യബന്ധം അവസാനിക്കുമെന്നുമായിരുന്നു ദേവിയുടെ ഉടമ്പടി. ദേവിയോടുള്ള കടുത്ത പ്രണയത്തിൽ ശന്തനു രാജാവ് ഈ വ്യവസ്ഥകൾ അംഗീകരിച്ചു. അങ്ങനെ അവർ വിവാഹിതരായി. കുറച്ചു നാളുകൾക്ക് ശേഷം അവർക്ക് ഒരു പുത്രൻ ജനിച്ചു. പുത്രന് ജന്മം നൽകിയ ഉടനെ ഗംഗാദേവി ആ കുഞ്ഞിനെയും കൊണ്ട് ഗംഗാതീരത്തെത്തുകയും കുഞ്ഞിനെ നദിയിൽ അർപ്പിക്കുകയും ചെയ്തു. തന്റെ പത്നിയുടെ ഈ പ്രവൃത്തിയിൽ ശന്തനു കടുത്ത ആത്മദുഃഖം അനുഭവിച്ചു. എങ്കിലും ഒരിക്കൽ പോലും ശന്തനു രാജാവ് ഗംഗാദേവിയെ ചോദ്യം ചെയ്തില്ല. തുടർന്ന് അദ്ദേഹത്തിന് 6 പുത്രന്മാർ കൂടി ജനിച്ചു. ഓരോ പുത്രന്മാരുടെയും ജനനശേഷം ഗംഗാദേവി അവരെ ഗംഗാനദിയിൽ സമർപ്പിച്ചു. എന്നാൽ ഗംഗാദേവിയുടെ ഈ പ്രവൃത്തികൾ ചോദ്യം ചെയ്യപ്പെട്ടാൽ തനിക്ക് തന്റെ പത്നിയെ കൂടി നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്ന് ശന്തനു തന്റെ ദുഃഖം ഒതുക്കി. അങ്ങനെ തന്റെ 8ാമത്തെ പുത്രനും ജനിച്ചു. ജനിച്ചയുടനെ കുഞ്ഞിനെ വാരിയെടുക്കുന്നത് കണ്ട് ഭയപ്പെട്ട ശന്തനു ഗംഗാദേവിയോട് ചോദിച്ചു, "നീ എന്തിനു വേണ്ടിയാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്? എൻ്റെ രാജ്യത്തിന് ഒരു അനന്തരാവകാശിയെങ്കിലും എനിക്ക് നൽകണം. അങ്ങ് എൻ്റെ പ്രവൃത്തികൾ ചോദ്യം ചെയ്തതിനാൽ ഇതോടെ നമ്മുടെ ദാമ്പത്യബന്ധം അവസാനിക്കുന്നു. ഞാൻ ഗംഗാനദിയിൽ അർപ്പിച്ച ഓരോ പുത്രന്മാരും സ്വർഗത്തിലെ അഷ്ടവസ്തുക്കളായിരുന്നു. വസിഷ്ഠ മഹർഷിയുടെ ശാപത്താലാണ് അവർക്ക് ഭൂമിയിൽ ജനിക്കേണ്ടി വന്നത്. അവർ ഓരോരുത്തർക്കും ഞാൻ ശാപമോചനം നൽകുകയായിരുന്നു. നമ്മുടെ 8ാമത്തെ പുത്രൻ അഷ്ടവസ്തുക്കളിലെ ദ്യോവിൻ്റെ പുനർജന്മമാണ്, ദേവവ്രതൻ. ശാപവശാൽ ഇവന് വളരെ കാലം ഭൂമിയിൽ കഴിയേണ്ടതുണ്ട്. ഇവനെ ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നു. എല്ലാ ശസ്ത്രവിദ്യകളും ശാസ്ത്രവിദ്യകളും അഭ്യസിപ്പിച്ച ശേഷം ഇവനെ ഞാൻ അങ്ങേക്ക് തിരിച്ചു നൽകുന്നതാണ്" എന്ന് പറഞ്ഞ് ഗംഗാദേവി സ്വർഗത്തിലേക്ക് യാത്രയായി. വളരെ കാലങ്ങൾക്ക് ശേഷം കഠിനമായ വിരഹദുഃഖം അനുഭവിച്ച് ഗംഗാതീരത്ത് വിശ്രമിക്കുകയായിരുന്ന ശന്തനു രാജാവിനെ ഗംഗാദേവി സമീപിച്ചു. ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്നും വസിഷ്ഠ മഹർഷിയിൽ നിന്നും എല്ലാ ശാസ്ത്രവിദ്യകളിലും ശസ്ത്രവിദ്യകളിലും പ്രാവീണ്യം നേടിയ ദേവവ്രതനെ ഗംഗാദേവി ശന്തനു രാജാവിന് തിരികെ നൽകി. എന്നിട്ട് സ്വർഗത്തിലേക്ക് യാത്രയായി. ദേവവ്രതൻ ഭൂമിയിൽ ഭീഷ്മർ എന്ന് അറിയപ്പെട്ടു. ശാപം നിമിത്തം അദ്ദേഹത്തിന് ഭൂമിയിൽ വളരെയധികം കാലങ്ങൾ വളരെയധികം ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിക്കേണ്ടതായും വന്നു.